ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ പാലിൻ്റെ പാട വെച്ചിട്ടേ നെയ്യ് ഉണ്ടാക്കാൻ വിചാരിച്ചു അതാ പരിപാടിയാണ് കേട്ടോ. ഒന്ന് നെയ്യ് നമ്മൾ മിക്സിൻ്റെ ജാറിലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് വെച്ചതാട്ടോ. അത് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ളത് നമ്മൾ ആ ചെറിയൊരു ചട്ടിയിലിട്ട് വെച്ചതാട്ടോ. അങ്ങനെ തീ കത്തിച്ച് അതിൻ്റെ ആ പത ഇങ്ങനെ പൊങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ആ പത നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരണം കേട്ടോ. ചെറിയ ചട്ടിയായത് കാരണം ഞാൻ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെറിയ ചട്ടി ഇട്ടത്. പക്ഷേ കുഴപ്പമില്ല, പുറത്തേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ അറ്റം വരെ ഇങ്ങനെ വന്നിട്ടോ. എന്താണെങ്കിലും കത്തിച്ചും കൊണ്ട് ഇതാക്കുക ഇങ്ങനെ കുറഞ്ഞ് വന്ന് നല്ല കളറിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറ് കാണുന്നില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തായാലും അത് ഇനി അതിനകത്തേക്ക് നമ്മളൊരു അതിൻ്റെ ഒരു മൂപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി ഒരു അല്ലി മാത്രം അതിനകത്തേക്ക് ഇട്ടിട്ടോ. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇത്ര ഇത് മൂപ്പാവുക. അങ്ങനെ ഒരാൾ പറഞ്ഞു തന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതിങ്ങനെ വെച്ച് കത്തി ഇത്രയായിട്ടോ. ഇപ്പോൾ തന്നെ നോക്കി എൻ്റെ പതയൊക്കെ പോയി, പത കുറഞ്ഞിട്ടോ, ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യേണ്ട, കുറച്ചും കൂടി ആ പതയുണ്ട് പോയിട്ട് വേണം നമുക്കത് ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ആ വെളുത്തുള്ളി നമ്മളെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കളർ കണ്ടോ. അങ്ങനെ എന്തായാലും നമ്മളത് ഓഫ് ചെയ്ത് ഇപ്പോൾ തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അതൊരു ഒരു പ്ലാസ്റ്റിക് വേണ്ട വിചാരിച്ചിട്ടാണ് ഒരു ഉടയുന്ന കുപ്പിയിലേക്കാണ് കേട്ടോ നമ്മളിത് മാറ്റുന്നത്. നോക്കിയേ, നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ അത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, ഒരു കെമിക്കലും ഇടാതെ തന്നെ നമ്മൾ കുറച്ച് പാലിൽ എടുത്തിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇത് നിറഞ്ഞു, നമുക്കിത് അതിൻ്റെ മൂടി വെക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക്, വേറെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു ഇതില്ലേ അതിലേക്ക് മാറ്റും കേട്ടോ. നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാം. നമ്മൾ ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പാല് വാങ്ങുന്നതും കൊണ്ട് കിട്ടിയത് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാവും കേട്ടോ. ഇത് എന്താ വെച്ചാൽ നോക്കിയേ, അടിപൊളിയായിട്ട്